നമുക്ക് ഇഷിതയുടെയും മഹേഷിന്റെയും നാളത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ. അതിനു മുമ്പായിട്ട് ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്താനും മറക്കരുത് കേട്ടോ. നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് പോയാലോ. അങ്ങനെ നാളത്തെ വിശേഷത്തിൽ ആകെപ്പാടെ വല്ലാത്തൊരവസ്ഥയായിപ്പോയി. ആദിക്ക് സഹിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ആശിച്ച് മോഹിച്ച് തൻ്റെ കുഞ്ഞനുജത്തിക്ക് വേണ്ടി വാങ്ങിയ ഗിഫ്റ്റാ. ആ ഗിഫ്റ്റാണ് ആകാശ് വാങ്ങിച്ച് നിഷ്കരണം വലിച്ചെറിഞ്ഞ് ചവിട്ടി അടച്ചു കളഞ്ഞത്. പിന്നീട് ആദ്യം ആ ഗിഫ്റ്റ് എടുത്ത് നോക്കുകയാണ്. നല്ലൊരു പാവക്കുട്ടിയായിരുന്നത്. അതിൻ്റെ മുഖമൊക്കെ ആകെപ്പാടെ വികൃതമായി പോയിട്ടുണ്ടായിരുന്നു. അത് അമ്മാതിരിയിട്ട് ചവിട്ടി അരയ്ക്കുകയല്ലേ ചെയ്തത്. ആ സമയത്ത് രചന അങ്ങോട്ടേക്ക് വന്നു. രചന നോക്കി. പിന്നീട് രചന പറഞ്ഞു, മോനെ നിന്നോടുള്ള ദേഷ്യം കൊണ്ടല്ല, അറിയാലോ നീ അങ്ങോട്ടേക്ക് പോകുന്നുള്ള ദേഷ്യം കൊണ്ടാന്ന് പറയണം. അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും ആദ്യക്ക് ദേഷ്യവും സങ്കടമൊക്കെ വന്നു. പിന്നീട് പറഞ്ഞു, അതെ നീ അങ്ങോട്ടേക്ക് പോകണ്ട, അറിയാലോ അങ്കിളിന് അത് ഇഷ്ടപ്പെടില്ല നീ അങ്ങോട്ടേക്ക് പോകുന്നേ. നീ പോകുന്നേ അങ്കിളിന് മാത്രമല്ല എനിക്കും ഇഷ്ടപ്പെടത്തില്ല. എന്നെ ചടങ്ങിന് ക്ഷണിച്ചിട്ടില്ല. പിന്നെ നീ അങ്ങോട്ടേക്ക് പോകേണ്ട കാര്യമുണ്ടോ? നിന്റെ അനുജത്തെയൊക്കെ ആയിരിക്കും അവള്. പക്ഷെ അവളൊക്കെ എപ്പോഴും അവളുടെ ഇഷിതാമേ, അവളുടെ ഡാഡി അവൾക്ക് വലുത്. എൻ്റെ പെറ്റമ്മയായിട്ട് പോലും അവൾ എന്നെ പരിഗണിക്കുന്നില്ല എന്ന് പറയണം. ഇത് കേട്ട് കഴിഞ്ഞപ്പം ആദ്യം ഒന്നും മിണ്ടിയില്ല. ആദ്യം ദേഷ്യപ്പെട്ട് മുറിയിലേക്ക് അങ്ങോട്ട് കയറി പോവാണ്. ആ ദേഷ്യവും സങ്കടവും എല്ലാം വന്നു. ഇനിയിപ്പോൾ എന്ത് ചെയ്യും? അവൾക്ക് വേണ്ടി വാങ്ങി ഗിഫ്റ്റ് അത് അങ്ങനെ ആയി പോയല്ലോ എന്നൊരു ചിന്ത മനസ്സിലേക്ക് വരുവാണ്. ആ സമയം രചന കരുതി ആദ്യം മുറിയിൽ പോയി ഇരിക്കുന്ന. കാരണം ഇനിയിപ്പോൾ ആദ്യക്ക് സങ്കടമായല്ലോ. ഇനിയിപ്പോൾ ആദ്യം പോകത്തില്ല. അവൻ്റെ ഗിഫ്റ്റൊക്കെ വലിച്ചെറിഞ്ഞ് കളഞ്ഞുകൊണ്ട് പേടിക്കണ്ടെന്ന് കരുതിയിട്ട് എന്ത് ചെയ്യണം, രചന മുറിയിലേക്ക് അങ്ങോട്ട് ചെല്ലുമ്പോഴത്തേനും ആകപ്പാടെ സമനില തെറ്റിയ പോലെ ആകാശ് നിൽക്കുകയാണ്. ആകാശിനോട് രചന എന്നിട്ട് പറഞ്ഞു, എന്തായാലും ആകാശ് ചെയ്ത മോശം പരിപാടിയാന്ന് പറയണം. എന്ത്? അവൻ്റെ കയ്യിൽ നിന്ന് ആ ഗിഫ്റ്റ് വലിച്ചെറിഞ്ഞ് ഇങ്ങനെ കാണിക്കേണ്ട കാര്യം ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ എന്ത് ചെയ്യണം? അവൻ പറഞ്ഞൊക്കെ നീയും കേട്ടല്ലേ. ഓഹോ, ഇപ്പം നീ അവൻ്റെ പക്ഷത്താണോ നിൽക്കുന്നേ എന്നൊക്കെ ചോദിക്കണം. അതല്ല ആകാശേ, അവൻ്റെ മനസ്സ് വേദനിച്ചിട്ടുണ്ട്, അറിയാലോ. ആദ്യം കുഞ്ഞു കുട്ടിയല്ലെന്നുള്ള കാര്യം ഓർമ്മ വേണം. അവൻ വളർന്നു വന്നുകൊണ്ടിരിക്കുക. അവൻ പറഞ്ഞു ഓരോ വാക്കുകളും കേട്ടിട്ട് എനിക്ക് പോലും അത്ഭുതമാണ് തോന്നണേ. ഇത് കേട്ടുകഴിഞ്ഞപ്പോൾ ആകാശ് പറഞ്ഞു, അവൻ വളർന്നാലും കൊള്ളാം ഇല്ലെങ്കിലും കൊള്ളാം. പക്ഷെ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, എന്നെ അനുസരിച്ച് നിൽക്കാൻ പറ്റുന്നവരൊക്കെ ഇവിടെ നിന്നാൽ മതി, അല്ലാത്തവരിവിടെ നിൽക്കേണ്ടെന്ന് പറയണം. രചന പറഞ്ഞു, ആകാശേ അതെന്ത് വർത്താനം ആകാശ് പറയണമെന്ന് ചോദിക്കുകയാണ്. പിന്നെ അല്ലാതെ ഞാൻ എന്ത് ചെയ്യണമെന്ന് ചോദിക്കുകയാണ്. അങ്ങനെ അവർ തമ്മിൽ അവസാനം വഴക്കായി. രചനയ്ക്ക് സങ്കടമായിട്ട് രചന എന്ത് ചെയ്യണം, അവിടെ മുറിയിലേക്ക് കയറി ഒന്നും മിണ്ടാതെ അവിടെ ഇരിക്കുകയാണ്. ഈ സമയത്ത് ആദിയുടെ മനസ്സിൽ എങ്ങനെയെങ്കിലും ബർത്ത്ഡേ ഫംഗ്ഷന് പോയാൽ മതി എന്നൊരു ചിന്ത മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഗിഫ്റ്റ് കൊടുത്തില്ലെങ്കിലും കുഴപ്പമില്ല എന്നൊക്കെ ചിന്തിക്കുകയാണ്. പിന്നീട് ചിപ്പിമോളാണെങ്കിൽ നല്ല അടിപൊളിയായിട്ട് റെഡിയാവുകയാണ്. ചിപ്പിമോളെ ഇഷിതയാണ് റെഡിയാക്കുന്നത്. അങ്ങനെ നന്നായിട്ട് ഒരുക്കി ഒരു മാലഹാ കുട്ടിയെ പോലെ ഉണ്ടായിരുന്നു ചിപ്പിമോളെ കാണാനായിട്ട്. പിന്നീട് കണ്ണാടി നോക്കിയിട്ട് ഇഷിത ചിപ്പിമോളോട് ചോദിച്ചു, ഇപ്പം എങ്ങനെയുണ്ടെന്ന് ചോദിക്കുകയാണ്. ചിപ്പിമോളെ കൊണ്ട് കണ്ണാടിന് മുന്നിൽ നിർത്തി. കൊള്ളാം, സൂപ്പർ ആയിട്ടുണ്ടെന്നൊക്കെ പറയണം. ഈ സമയത്ത് ചിപ്പിമോള് ചോദിച്ചു, അല്ല ആദ്യേട്ടൻ വരുമായിരിക്കും അല്ലേ അമ്മേന്ന് ചോദിക്കാം. പിന്നെ വരാതെ, ഉറപ്പായിട്ടും വരും. ദേ ആദ്യേട്ടൻ വന്നില്ലെങ്കിൽ ഞാൻ ബർത്ത്ഡേ കേക്കൊന്നും കട്ട് ചെയ്യില്ല, നമ്മൾ സെലിബ്രേറ്റ് ചെയ്യില്ല എന്ന് പറയാം. വേണ്ടാന്നേ, ആദ്യേട്ടൻ വരും, എനിക്ക് ഉറപ്പുണ്ടെന്ന് പറയണം. പിന്നീട് ഇഷിതയും മഹേഷും കൂടെ അവിടെ ബാക്കിയും കൂടെ ഡെക്കറേറ്റ് ചെയ്യാണ്. കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ചിപ്പിമോളുടെ കുഞ്ഞിലെ. അപ്പോൾ അതൊക്കെ വെച്ച് അങ്ങനെ അവിടെ അലങ്കരിക്കുകയാണ്. അവിടെ എല്ലാം സെറ്റ് ചെയ്തു. അവിടെ എല്ലാം സെറ്റ് ചെയ്ത് നിൽക്കുമ്പോഴത്തേനും ഇഷിത മഹേഷിനോട് പറഞ്ഞു, എങ്ങാനും ഇനിയിപ്പോൾ ആദ്യം വന്നില്ലെങ്കിൽ ചിപ്പിമോൾക്ക് നല്ല വിഷമമാവെന്ന് പറയാണ്. ഇത് കേട്ടോണ്ട് വന്ന് രാമനാഥൻ പറഞ്ഞു, എനിക്ക് നല്ല പേടിയുണ്ട്. ഒരു പക്ഷേങ്കിൽ അവൻ ഇങ്ങോട്ടേ വന്നാൽ പോലും രചന വെറുതെ ഇരിക്കും തോന്നുന്നുണ്ടോ? രചന ഒരു കാരണവശാലും വെറുതെ ഇരിക്കില്ല. രചനയ്ക്ക് അല്ലേ തന്നെ സമനില തെറ്റിയ മട്ടില്ല. ഇങ്ങോട്ടേക്കൂടെ വന്നെന്നറിഞ്ഞാൽ പിന്നെ തീർന്നു പാവം എന്നൊക്കെ പറയണം. അത് കേട്ടപ്പോൾ ഇഷിത പറഞ്ഞു, അവൻ വരാതിരിക്കില്ല എന്ന് തന്നെ എൻ്റെ വിചാരം, ഞാൻ വിചാരിക്കുന്നത്. പക്ഷെ ഒരു കാര്യമുണ്ട്, ഇനിയിപ്പോൾ രചന വല്ല വഴക്കുണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അവന് വരാൻ സാധിക്കില്ല എന്നൊക്കെ പറയാം. പക്ഷെ ചിപ്പിയുടെ കാര്യം ഓർത്തിട്ടാന്ന് പറയണം. അങ്ങനെ ആദ്യം വരേണ്ട സമയം കഴിഞ്ഞു. ആദ്യം വരേണ്ട സമയം കഴിഞ്ഞിട്ട് ആദ്യം കാണാതെ വന്നു കഴിഞ്ഞപ്പോഴത്തേനും ഇഷിതയ്ക്കും മഹേഷിനൊക്കെ നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. ഈ സമയത്ത് ചിപ്പിമോളാണെങ്കിൽ വഴിക്കണ്ണുമായിട്ട് വാതിലിൻ്റെ അവിടെ പോയി നിൽക്കുകയാണ്. ഇതുവരെയായിട്ട് ആദ്യമായിട്ടും വന്നില്ലല്ലോ എന്നൊക്കെ ഓർത്തുകൊണ്ട്. അങ്ങനെ കുറച്ചു നേരം കഴിഞ്ഞപ്പോഴത്തേനും മഹേഷ് പറഞ്ഞു, ഇന്ന് ചിപ്പിമോള് സങ്കടപ്പെടുമെന്ന് തോന്നേ, ആദ്യം വരുമെന്ന് തോന്നുന്നില്ലെന്ന് പറയണം. അപ്പോഴത്തേനുമാണ് ചിപ്പിമോള് ശബ്ദം കേട്ടെ. അതെ ആദ്യമായിട്ട് വന്നെന്ന് പറഞ്ഞിട്ട് അലറി വിളിച്ച് അവൾ അകത്തേക്ക് കയറി വരുവാണ്. നോക്കിക്കഴിഞ്ഞപ്പം ആദ്യം അങ്ങോട്ടേക്ക് വന്നു. ആദ്യയുടെ മുഖം ആകെപ്പാടെ സങ്കടം കൊണ്ട് വീർപ്പ് മുട്ടിയിരിക്കുന്ന അവസ്ഥയായിരുന്നു. ഇഷിതയ്ക്ക് പെട്ടെന്ന് മനസ്സിലായി. കാരണം ഇഷിതയ്ക്ക് അറിയാം അവൻ്റെ ഉള്ളിൽ എന്താ ഏതാന്നൊക്കെ. പിന്നീട് ആദ്യം കണ്ട സന്തോഷത്തിലായിരുന്നു ചിപ്പി. ഈ സമയത്ത് ആദ്യോടും ഇഷിത പറഞ്ഞു, എന്ത് പറ്റും മോനെ, നിന്റെ മുഖം എന്താ വല്ലായിരിക്കണം നിൽക്കും. ഒന്നുമില്ല എന്ന് പറയണം. പിന്നീട് ചിപ്പി പറഞ്ഞു, ആദ്യേട്ടൻ വന്നില്ലായിരുന്നെങ്കിൽ ഇനി ഞാൻ കേക്ക് പോലും കട്ട് ചെയ്യില്ലായിരുന്നു. അപ്പോൾ ആദ്യേട്ടൻ അറിയാമല്ലേ, ആദ്യേട്ടൻ എന്നോട് സ്നേഹം ഉണ്ടല്ലേ എന്നൊക്കെ ചോദിക്കുകയാണ്. അത് കേട്ടുകഴിഞ്ഞപ്പോൾ തന്നെ ആദ്യം തലവലിക്ക്. ഈ സമയത്ത് ഇഷിത പറഞ്ഞു, മോളൊരു കാര്യം ചെയ്യുക,
മോളുടെ ഫ്രണ്ട്സൊക്കെ വരുമെന്നല്ലേ പറഞ്ഞേ? അതെ, കിരണേട്ടനും വിവേകുമൊക്കെ വരുമെന്ന് പറയണം. അതെ, അവർ ചിലപ്പോൾ വരാറായി കാണും എന്നൊക്കെ പറയണം. ചിപ്പി പറഞ്ഞു ഞാനൊന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞ് അങ്ങോട്ടേക്ക് ഇറങ്ങി പോവാണ്. ഈ സമയത്ത് ആദ്യം വിളിച്ചുകൊണ്ട് ഇഷിത മുറിയിലേക്ക് വന്നു. എന്തോ അവൻ്റെ മനസ്സിനെ അലട്ടുന്നുണ്ടെന്ന് മനസ്സിലായി. ഒരുപക്ഷെ ഇങ്ങോട്ട് പോകുന്നതിന് രചന വഴക്ക് പറഞ്ഞോ അതൊന്നും അറിയില്ലല്ലോ. അപ്പോൾ അതെന്താണെന്ന് ചോദിക്കണം. അങ്ങനെ മുറിയിലേക്ക് കൊണ്ടുവന്ന് കഴിഞ്ഞപ്പോഴത്തേനും ആദ്യം ഇഷിതയുടെ മുഖത്തേക്ക് നോക്കുകയാണ്. ആദ്യയുടെ മുഖത്തെ വിഷമം ഇഷിത തിരിച്ചറിഞ്ഞു. പിന്നീട് ഇഷിത ചോദിച്ചു, എന്ത് പറ്റി മോനെ? നിനക്ക് എന്തോ ഒരു വയ്യായിക ഉണ്ടല്ലോ, എന്തേലും കാര്യം ഉണ്ടെങ്കിൽ എന്നോട് പറ, എന്താ കാര്യം എന്ന് ചോദിക്കണം. അത് കേട്ട് കഴിഞ്ഞപ്പോൾ ആദ്യയുടെ കണ്ണൊക്കെ നിറഞ്ഞു വന്നു. അത് പിന്നെ അയാളുണ്ടല്ലോ, ആ ദുഷ്ടൻ, ആ ആകാശ് മേനോൻ, ഞാൻ അങ്കിളെന്ന് വിളിക്കുന്ന അയാൾ എൻ്റെ ഗിഫ്റ്റൊക്കെ വലിച്ചെറിഞ്ഞെന്ന് പറയണം. ഗിഫ്റ്റ് വലിച്ചെറിഞ്ഞോ? അതെ, ഞാൻ ചിപ്പിക്ക് കൊടുക്കാൻ വേണ്ടി കൊണ്ടുവന്ന ഗിഫ്റ്റായിരുന്നു. ആ ചിപ്പിക്ക് വേണ്ടി കൊടുക്കാൻ കൊണ്ടുവന്ന ഗിഫ്റ്റ് വലിച്ചെറിഞ്ഞിട്ട് അത് ചവിട്ടി അരച്ച് കളഞ്ഞെന്ന് പറയാണ്. എനിക്ക് സങ്കടം സഹിക്കാൻ പറ്റുന്നില്ല, പക്ഷേ എനിക്ക് അയാളുടെ മുന്നിൽ പിടിച്ചു വയ്ക്കാൻ പറ്റിയില്ല എന്ന് പറയണം. അത് കേട്ട് എനിക്ക് പിടിച്ചു തന്നു. ഇതാണോ കാര്യം? അതിന് മോൻ എന്തിനാ വിഷമിക്കണമെന്ന് ചോദിക്കും. എനിക്ക് ചിപ്പിക്ക് കൊടുക്കാൻ ഗിഫ്റ്റൊന്നും എൻ്റെ കയ്യിൽ ഇല്ല എന്ന് പറയണം. അതിന് വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ലോ, എന്തിനാ സങ്കടപ്പെടുന്നേ? എന്നിട്ട് മോൻ ആരോടും പറയാതെയാണോ പോന്നേ? ഞാൻ ആരോടും പറഞ്ഞില്ല, എനിക്ക് ദേഷ്യമായിരുന്നു. അമ്മയും എന്നെ ചീത്ത പറഞ്ഞു. അത് മാത്രമല്ല എനിക്ക് അയാളെ ഇഷ്ടമില്ല, അയാൾ എൻ്റെ ആരുമല്ല, കാരണം അയാൾ ദുഷ്ടനാന്ന് പറയണം. ഇത് കേട്ടുകഴിഞ്ഞ് പിഷ്ടത പറഞ്ഞു, മോൻ പേടിക്കൊന്നും വേണ്ട, മോൻ ഇപ്പോഴെങ്കിലും മനസ്സിലായല്ലോ അയാളുടെ സ്വഭാവം ഏതാന്നൊക്കെ. അയാൾ ശരിക്കും എന്താ ചെയ്യുന്നറിയാവോ? മോനെ വെച്ചിട്ട് അയാളുടെ ഗെയിം കളിച്ചോണ്ടിരിക്കുക. മോൻ്റെ ഡാഡിക്കെതിരെ തിരിക്കുന്ന അയാളാന്ന് പറയാണ്. ഇത് കേട്ടുകഴിഞ്ഞപ്പം ആദ്യം പറഞ്ഞ് കുറച്ച് കാര്യങ്ങളൊക്കെ എനിക്കറിയാമെന്ന് പറയാം. മോൻ്റെ ഡാഡി പാവാ, മോൻ ഉദ്ദേശിക്കുന്ന പോലെ ഒന്നും അല്ല. ശരിക്കും മോൻ്റെ ഡാഡിയാണ് പാവം, അതുകൊണ്ടല്ലേ ചിപ്പിമോൾ ഇങ്ങനെ ഇവിടെ നിൽക്കുന്നത്. അല്ലെങ്കിൽ മോൻ്റെ ഡാഡി ഭയങ്കര സാധനമാണെങ്കിൽ, അമ്മയെ ഉപദ്രവിക്കുന്നൊക്കെ ആളാണെങ്കിൽ ചിപ്പിമോൾ ഇവിടെ നിൽക്കുമോ എന്ന് ചോദിക്കുകയാണ്. അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും ആദ്യക്ക് ഏകദേശം കാര്യം മനസ്സിലായി. ഇപ്പോൾ പ്രശ്നം എന്താ? ഗിഫ്റ്റ് കൊടുക്കാൻ ഇല്ലെന്നല്ലേ? അതൊന്നും കുഴപ്പമില്ല, ചിപ്പിക്ക് വേണ്ടി ഞാൻ ഗിഫ്റ്റ് വാങ്ങിയിട്ടുണ്ട്, മോനത് കൊടുത്താൽ മതി എന്ന് പറയാം. ഞാനാ? അതെ. അപ്പം അമ്മയോ? ഞാനൊന്നും കൊടുക്കുന്നില്ല, മോൻ കൊടുത്താൽ മതി, എനിക്ക് പകരം മോനത് കൊടുത്താൽ മതി. അങ്ങനെ ഒരു റിങ് എടുത്ത് കാണിക്കണോ ജ്വല്ലറി ബോക്സിനകത്തുനിന്ന്. ഇത് മോന് അവളുടെ കയ്യിൽ ഇട്ട് കൊടുത്താൽ മതി എന്ന് പറയണം. ആദ്യക്ക് സന്തോഷമായി. ആ ഗിഫ്റ്റ് ഇല്ല എന്നുള്ളൊരു ചിന്ത മനസ്സിൽ നിന്ന് അങ്ങോട്ട് പോവാണ്. ഇത് നീ വാങ്ങിച്ചാന്ന് പറഞ്ഞാൽ മതി എന്ന് പറയാം. കാരണം അവൻ്റെ മനസ്സ് ഒരിക്കലും വേദനിക്കരുതെന്ന് ഇഷിത വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോഴേക്കും ചിപ്പി വന്നിട്ട് പറഞ്ഞു, അതേ കിരണേട്ടനും വിവേകവും ഒക്കെ വന്നു പറയണം. അപ്പോഴേക്കും സ്വപ്നവല്ലിയും രാമനാഥനും വന്നു. അങ്ങനെ കേക്ക് കട്ട് ചെയ്യാമെന്ന് പറയണം. അങ്ങനെ എല്ലാവരും കൂടെ ഇന്ന് കേക്ക് കട്ട് ചെയ്യാനായിട്ട് അങ്ങ് തുടങ്ങുവാണ്. ഈ സമയത്താണ് രചന എന്ത് ചെയ്യണം? രചന വീട്ടിൽ ആദ്യയുടെ മുറിയിൽ പോയി നോക്കിക്കഴിഞ്ഞപ്പോഴത്തേനും അവിടെ എങ്ങും ആദ്യയെ കണ്ടില്ല. ആദ്യയെ കാണാതെ വന്നു കഴിഞ്ഞപ്പോഴത്തേനും രചനയ്ക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. വല്ലാത്തൊരവസ്ഥയായിപ്പോയി. രചന നേരെ ആകാശിൻ്റെ അടുത്തേക്ക് വരുവാണ്. ആകാശിൻ്റെ അടുത്തേക്ക് പറഞ്ഞു, ആകാശെ ആദ്യം മുറിയിലങ്ങ് കാണുന്നില്ലെന്ന് പറയണം. ഇത് കേട്ട പാതി കേൾക്കാത്ത പാതി. ആകാശ് പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ അവളുടെ അടുത്തേക്ക് അവൻ പോയിട്ടുണ്ടായിരിക്കും എന്ന് പറയണം. ആ ഇഷിതയുടെ മഹേഷിനെയും ചിപ്പിയുടെയൊക്കെ അടുത്ത് കാണും ഇപ്പോൾ അവന്. അവിടെ പോയി നോക്കിയാൽ അറിയാമെന്ന് പറയണം. നിന്റെ മോനല്ലേ, ഇതല്ല ഇതിലപ്പുറം ചെയ്യുമെന്ന് പറയണം. രചനയെ നാണം കെടുത്തുക. ഈ സമയം രചന പറഞ്ഞു, ഞാനിന്ന് അവനെ കാണിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ കാണിച്ചു കൊടുക്കാൻ പോലും നിനക്ക് നാവും കൊണ്ട് പറയാനല്ലേ അറിയത്തുള്ളൂ രചനെ. നിന്നെ അല്ലേലും അവൻ തഴഞ്ഞ മട്ട. ഇപ്പം അവന് നിന്നെ വേണ്ട. അവന് ഡോക്ടർ ഇഷിതേനെ പിന്നെ CEO മഹേഷ് ചന്ദ്രനെ മതി എന്ന് പറയണം. നിന്നെ വെറും കറിവേപ്പല പോലെ അവനെടുത്ത് കളയുമെന്ന് പറയണം. ഇത് കേട്ടുകഴിഞ്ഞപ്പോഴത്തേനും വല്ലാത്ത സങ്കടമായി രചനയ്ക്ക് പിടിച്ചു വയ്ക്കാൻ പറ്റില്ല. പെട്ടെന്ന് തന്നെ രചന എന്ത് ചെയ്യുവാണ്? നേരെ മഹേഷിൻ്റെ ഇഷിതയുടെ അടുത്തേക്ക് അങ്ങോട്ട് വരുവാണ്. ഈ സമയത്ത് എല്ലാവരും ഭയങ്കര സന്തോഷത്തോട് കൂടിയിട്ട് കേക്ക് കട്ട് ചെയ്യാനായിട്ട് അങ്ങോട്ട് തുടങ്ങുവാണ്. എല്ലാവരുടെ മനസ്സിന് ആദ്യം സന്തോഷമായിരുന്നു. കാരണം ആദ്യം വരുമെന്ന് ഒരിക്കലും അവരൊന്നും പ്രതീക്ഷിച്ച കാര്യമായിരുന്നില്ലല്ലോ. ചിപ്പിമോളൊക്കെയാണെങ്കിൽ തൻ്റെ ആദ്യേട്ടനും ഉണ്ട്, പിന്നെ തൻ്റെ ഫ്രണ്ട്സും ഉണ്ട്. ആ ഒരു സന്തോഷത്തിൽ അങ്ങനെ കട്ട് ചെയ്യാൻ തുടങ്ങുന്ന സമയത്താണ് കഥകം തള്ളി തുറന്ന് രചന അങ്ങോട്ടേക്ക് വരുന്നത്. രചനയെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും ഒരു നിമിഷം എല്ലാവരും ഒന്ന് പതറിപ്പോയി. എന്ത് ചെയ്യണമെന്ന് നടത്തില്ല. രചന അങ്ങോട്ട് വന്നു നോക്കുമ്പോൾ കേക്ക് കട്ട് ചെയ്യാൻ തുടങ്ങുകയാണ്. രചന ആദ്യോട് പറഞ്ഞു, ഓഹോ ഇതിനു വേണ്ടിയിട്ടാണ് നീ ആരോടും പറയാതെ അവിടെ നിന്ന് ഒളിച്ചോടി ഇങ്ങോട്ടേക്ക് വന്നില്ലേ? എനിക്കറിയായിരുന്നടാ നീ ഇവിടെ കാണുമെന്ന്, ഇങ്ങോട്ട് പാടാന്നൊക്കെ പറയണം. ഈ സമയത്ത് സ്വപ്നല്ലേ എന്നിട്ട് പറഞ്ഞു, രചന വെറുതെ ഒരു പ്രശ്നം ഉണ്ടാക്കരുത് നീ. ഇവിടെ ഒരു ചിപ്പിമോളുടെ ബർത്ത്ഡേ ഫംഗ്ഷൻ നടക്കുക, നിന്റെ മോളല്ലേ ഇവിടെ. നിനക്ക് അത്രയെങ്കിലും പരിഗണന ഉണ്ടെങ്കിൽ നീ ഒരു കാര്യം ചെയ്യ, ഇവിടെ നിന്ന് ഇവളുടെ കേക്ക് കട്ട് ചെയ്യുന്ന സമയത്ത് ഇവിടെ നിൽക്കാൻ പറയണം. അല്ലാതെ നീ ഇവിടെ വന്ന് ബഹളം ഉണ്ടാക്കുകയല്ല ചെയ്യേണ്ടതെന്ന് പറയണം. അത് കേട്ടുകഴിഞ്ഞപ്പോൾ ഇഷിത പറഞ്ഞു, അമ്മ പറഞ്ഞ് ശരിയായിട്ടുള്ള കാര്യമാണ്. ഇത് ചിപ്പിയുടെ ബർത്ത്ഡേയാ, നിന്റെ മോളുടെ ബർത്ത്ഡേ തന്നെയാണ്. ആ സമയത്ത് നീ ഇത് അലമ്പായിട്ടിട്ടുണ്ടെങ്കിൽ അതും കൊണ്ട് നിനക്ക് ഒരു പ്രയോജനം കിട്ടാനില്ലെന്ന് പറയണം. ഈ സമയം സ്വപ്നവല്ലി പറഞ്ഞ്, ആദ്യം നീ കൊണ്ടുപോകില്ലെന്നൊന്നും ഞങ്ങളാരും പറയണില്ല, പക്ഷേങ്കിൽ ഈ സെലിബ്രേഷൻ കഴിഞ്ഞിട്ട് കൂട്ടിക്കൊണ്ട് പോയാൽ മതി എന്ന് പറയണം. ഈ
ഈ സമയത്ത് ആദിക്ക് നല്ല ദേഷ്യ സങ്കടമായിരുന്നു. തൻ്റെ പുറകെ അമ്മ വന്നല്ലോ, കാരണം തനിക്കൊരു സന്തോഷം ഉണ്ടാകുന്ന അമ്മയ്ക്ക് അങ്ങോട്ട് സഹിക്കുന്നില്ല എന്നൊരു ചിന്തയൊക്കെയായിരുന്നു ആദിയുടെ മനസ്സിൽ. പിന്നീട് എന്ത് ചെയ്യണം, അങ്ങനെ ബർത്ത്ഡേ കേക്ക് കട്ട് ചെയ്യുകയാണ്. കട്ട് ചെയ്തിട്ട് ഇഷിതയ്ക്കും മഹേഷിനൊക്കെ കൊടുക്കുന്ന സമയത്ത് രചന ആകെപ്പാടെ നെഞ്ചു പൊട്ടി നിൽക്കുകയാണ്. അത് മാത്രമല്ല, ഇഷിത കൊടുത്ത ആ സമ്മാനം ആദ്യം അവളുടെ കയ്യിൽ ഇട്ട് കൊടുക്കുകയാണ്. അതോടെ കണ്ടു കഴിഞ്ഞപ്പോൾ രചനയ്ക്ക് സഹിക്കാൻ പറ്റിയില്ല. സഹിക്കാൻ പറ്റുന്നതിൽ അപ്പുറമായിരുന്നു. പിന്നീട് ചിപ്പി ആദ്യം കൂടെ കെട്ടിപ്പിടിക്കുകയാണ്. അവരുടെ ആ സ്നേഹം കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും ഇഷിതയ്ക്കൊരു കാര്യം മനസ്സിലായി. കാരണം എത്രയൊക്കെയെന്ന് പറഞ്ഞാലും സ്വന്തം ചോരയല്ലേ. അവൾക്ക് അവനെ അവളെ ആണെങ്കിലും ഉപേക്ഷിച്ച് കളയാൻ പറ്റില്ല. എത്ര അകന്നു കഴിഞ്ഞെന്ന് പറഞ്ഞാലും അവരുടെ മനസ്സ് തമ്മിൽ ഒന്നായിരിക്കും. അതുകൊണ്ടാണ് ഇത്രയൊക്കെ പ്രശ്നങ്ങളുണ്ടായിട്ടും ആദ്യം ഇങ്ങോട്ടേക്ക് ഓടി വന്നത്. അല്ലായിരുന്നെങ്കിൽ വരത്തില്ലായിരുന്നു. തൻ്റെ കുഞ്ഞനിയത്തി ഒരിക്കലും വേദനിക്കരുതെന്ന് കരുതിയിട്ടാണ് ആദ്യം വന്നതെന്നുള്ള കാര്യം ഇഷിതയ്ക്ക് മനസ്സിലായി. പക്ഷെ ഇതൊക്കെ കണ്ട് രചനയ്ക്ക് സഹിച്ചില്ല. തനിക്കൊരു പ്രാധാന്യമില്ലാതെ തൻ്റെ മോളുടെ പിറന്നാൾ അവർ ആഘോഷിക്കുന്ന കണ്ടപ്പം രചനയ്ക്ക് സമനില ഏറ്റുവാണ്. അപ്പം അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് കാണുന്നത്. ഇനിയിപ്പോൾ അവൾക്ക് എന്ത് സമനില ഏറ്റെന്ന് പറഞ്ഞിട്ടും കാര്യമില്ല. അവളെ അവിടുന്ന് അടിച്ചിറക്കത്തുള്ളൂ സ്വപ്നവലിയും രാമനാഥനും എല്ലാം ചേർന്നിട്ട്. കാരണം അവളവിടെ പ്രശ്നം ഉണ്ടാക്കാനായിട്ട് മനഃപൂർവ്വം വന്നാണ്. പക്ഷെ ഇനി ആദ്യം തീരുമാനിക്കും എന്ത് ചെയ്യണം എന്നുള്ള കാര്യം. മഹേഷിൻ്റെ കൂടെ നിൽക്കണോ അതോ രചനയുടെ കൂടെ നിൽക്കണോ എന്നുള്ളത്. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.